ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കി പക്ഷേ അപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ MP അദ്ദേഹത്തെ പോയി കാണുന്നു. രാഹുൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ഒരാൾ പോയിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അതിജീവിത മാർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സന്ദേശമല്ല, അത് അവരോട് കാണിക്കുന്ന അനീതിയല്ലേ? അല്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സന്ദേശമായിട്ട് തന്നെ കണക്കാക്കേണ്ടതില്ല. വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, അതിൻ്റെ ശരി തെറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇടപെടലുകൾ മാത്രമായിരുന്നു. അത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നതുകൊണ്ടാണ് മൂന്നാമതൊരു ആൾക്ക് അതിനകത്ത് റോളുള്ളൂ. അതിൽ മൂന്നാമത്തെ ഒരാളെ സംബന്ധിച്ചിട്ട് അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമോ അടുപ്പമോ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ലൈംഗികാരോപണ വിഷയങ്ങൾ അങ്ങനെ അത് എന്ത് തന്നെയായാലും അതും അവരെല്ലാം തമ്മിൽ നേരത്തെ പരിചയമുള്ള ആളുകളായിരുന്നു ഒക്കെ തന്നെയാണല്ലോ അവരൊക്കെ കോടതിയിൽ ഇരുകൂട്ടരും കൊടുത്ത പരാതികളിലും പിന്നെ അഫിഡവിറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ രണ്ടാളുകൾ തമ്മിലുണ്ടായിരുന്ന പരസ്പരം ഉണ്ടായിരുന്ന റിലേഷൻ, ആ റിലേഷനിലിടയിൽ പിന്നെ സംഭവിച്ചു പോയ അതിൻ്റെ ബാക്കി പത്രമാണ് പുറത്ത് കാണുന്ന അല്ലെങ്കിൽ പുറത്ത് വരുന്ന വാർത്തകളിലൂടെ വരുന്നത്. അതിലെന്ത് സംഭവിച്ചുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, പുറത്തുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യമല്ല. പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു പിന്നെ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതും മറ്റുള്ള നമ്മളെല്ലാം തന്നെ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്ന സാഹചര്യം വരുന്നതൊക്കെ ഈ ഒരു സംഗതി പുറത്തേക്ക് ഒരു കേസിൻ്റെ സ്വഭാവത്തിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കേസിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയേണ്ടത് അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വരുന്ന ഘട്ടത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ, അത് കോടതി പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ അത്തരത്തിലൊരു നടപടിയെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതുവരെ സൗഹൃദത്തിൽ പോയിരുന്ന ആളുകൾ തൊട്ടടുത്ത ദിവസം തന്നെ വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറണമെന്നോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ അകന്ന് നിൽക്കണമെന്നോ നിർബന്ധം പഠിക്കാനും സാധിക്കില്ലല്ലോ. വ്യക്തിപരമായ പിന്തുണയായിട്ടൊന്നും അതിനെ ആരും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പിന്തുണയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ഇപ്പോൾ വ്യക്തിപര സൗഹൃദത്തിൻ്റെ ഭാഗമായിരിക്കാം. ശ്രീകണ്ഠൻ MP കണ്ടത് അദ്ദേഹം അങ്ങോട്ട് കാണാൻ വേണ്ടി പോയതോ മറ്റു കാര്യങ്ങളല്ലോ. രണ്ടുപേർ തമ്മിൽ കണ്ടാൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് കൊണ്ട് പിന്നെ കോൺഗ്രസ് പ്രവർത്തകരാരും മിണ്ടാൻ പാടില്ല എന്നൊരു സർക്കുലറൊന്നും അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഒരു കാര്യങ്ങളുള്ളത്. ഒരാൾ പാർട്ടിയിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കേണ്ടതായ ഒരു നടപടിയുടെ ഭാഗമായി അയാൾ നടപടിയെടുത്തു എന്നതുകൊണ്ട് പാലക്കാട് MLA കാണുമ്പോൾ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ MP രാജേഷിനെ കണ്ടാലും സംസാരിക്കണ്ടേ? VK ശ്രീകണ്ഠൻ MP രാജേഷിനെ കണ്ടാലും സംസാരിക്കണം. CPM-ൻ്റെ നേതാവാണ്, പല രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പുറത്ത് മറ്റ് MLA-മാരെ കണ്ടാലും സംസാരിക്കേണ്ടത്. ഒരു MLA MP തമ്മിൽ കണ്ടാൽ സംസാരിക്കാതെ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ആ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ കാര്യം, അയാൾ പാലക്കാട് MP ആണ്. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ പിന്നെ ക്യാൻറ്റീനിൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് അവർ തമ്മിൽ കണ്ടത്. അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ അതൊരു രഹസ്യ കൂടിക്കാഴ്ചയല്ല, സ്വാഭാവികമാണല്ലോ, രഹസ്യ കൂടിക്കാഴ്ചയല്ല. മറ്റാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ആ തരത്തിൽ വിമർശിക്കാം, ഒരു രഹസ്യ കൂടിക്കാഴ്ചയല്ല. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് കണ്ടാൽ പാലക്കാട് MLA കണ്ടാൽ എങ്ങനെ പെരുമാറും എന്നുള്ളത് ഈ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ വേറെ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനെ ആ തരത്തിൽ കാണുന്ന കാര്യം മാത്രമേ ഉള്ളൂ, കാണാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലായ്പ്പോഴും നമ്മളതൊരു കണ്ടൻറ്റായി കാണുന്നതിൻ്റെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. എപ്പോഴും മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കോടതിക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ലെറ്റ് ദം ഡിസൈഡ്.